പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജനുവരി 31 ശനി. പുറപ്പാട് പുസ്തകം 16 അധ്യായം 4 വാക്യം. അപ്പോൾ യഹോവ മോശെയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം വെറും ചരിത്രമല്ല. ഇത് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിനുള്ള ദൈവത്തിൻ്റെ ജീവിക്കുന്ന സന്ദേശമാണ്. കാരണം ഇസ്രായേൽ ജനം അനുഭവിച്ച മരുഭൂമി ഇന്ന് നാമും പല രൂപങ്ങളിൽ അനുഭവിക്കുന്നു. അവരുടെ മരുഭൂമി മണലിൻ്റേതായിരുന്നു, നമ്മുടെ മരുഭൂമി പ്രശ്നങ്ങളുടേതാണ്. അവരുടെ വിശപ്പ് ശരീരത്തിൻ്റെതായിരുന്നു, നമ്മുടെ വിശപ്പ് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിശപ്പാണ്. മരുഭൂമി എന്നത് മനുഷ്യൻ്റെ കഴിവുകൾ അവസാനിക്കുന്ന സ്ഥലമാണ്. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ആരംഭിക്കുന്ന സ്ഥലമാണത്. മനുഷ്യൻ അവസാനിക്കുന്നിടത്ത് ദൈവം ആരംഭിക്കുമല്ലോ. ഇസ്രായേൽ ജനം വിശന്ന് കരഞ്ഞപ്പോൾ ദൈവം അവരെ ശാസിച്ചില്ല, പകരം അവരെ പോഷിപ്പിച്ചു. കാരണം നമ്മുടെ ദൈവം കാണുന്ന ദൈവമാണ്, കേൾക്കുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ്. അത്ഭുതം അയക്കുന്നതിന് മുൻപ് ദൈവം നമ്മുടെ കണ്ണുനീർ കാണുന്നവനാണ്. പക്ഷെ ദൈവം ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അവൻ 1 വർഷത്തേക്കുള്ള മന്ന കൊടുത്തില്ല, 1 മാസത്തേക്കുള്ള സംഭരണം കൊടുത്തില്ല. അവൻ പറഞ്ഞു, ദിവസത്തേക്കുള്ളത് മാത്രം ശേഖരിക്കണം. കാരണം ദൈവം അവർക്ക് ഭക്ഷണം മാത്രമല്ല കൊടുത്തത്, വിശ്വാസ പാഠവും അവരെ പഠിപ്പിച്ചു. ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: നാളേക്കായി ആകുലപ്പെടരുത്, ഇന്ന് എന്നിൽ ആശ്രയിക്കൂ. ഇന്ന് ലോകം നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് സംഭരിക്കാനാണ്. പക്ഷെ ദൈവം പഠിപ്പിക്കുന്നത് ആശ്രയിക്കാനാണ്. സംഭരണത്തിൽ വിശ്വസിക്കരുത്, രക്ഷകനിൽ വിശ്വസിക്കൂ. ഇതാണ് ദൈവം പഠിപ്പിക്കുന്നത്. ചിലർ അധികം ശേഖരിച്ചു, എന്നാൽ അത് പുഴുവായി ദുർഗന്ധം പിടിച്ചു. ദൈവം അതിലൂടെ പഠിപ്പിച്ച വളരെ വ്യക്തമാണ്. ദൈവത്തെ മറികടന്ന് സുരക്ഷ തേടുമ്പോൾ അത് അനുഗ്രഹമാകില്ല, ഭാരമാകും. ദൈവമില്ലാതെ സൂക്ഷിക്കുന്നത് ഒടുവിൽ നശിക്കും എന്ന യാഥാർത്ഥ്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് വെറും മന്നായുടെ കഥയല്ല, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ കഥയാണ്. ചിലപ്പോൾ നാം പണം, സ്ഥാനമാനങ്ങൾ, ബന്ധങ്ങൾ ഇവയിലൊക്കെ സുരക്ഷ തേടുന്നു. എന്നാൽ യഥാർത്ഥ സുരക്ഷ ദൈവത്തിലാണ്. സെക്യൂരിറ്റി ഈസ് നോട്ട് ഇൻ മണി ബട്ട് ഇൻ ദ മൈറ്റി ഗോഡ്. സുരക്ഷ പണത്തിലല്ല, സർവശക്തനായ ദൈവത്തിലാണ്. അതുപോലെ തന്നെ മന്ന താൽക്കാലികമായിരുന്നു, അത് ശരീരത്തെ മാത്രം രക്ഷിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു തമ്പുരാൻ പറയുന്നു, ഞാനാണ് ജീവന്റെ അപ്പം. യേശു വെറും 1 ദിവസത്തേക്കുള്ള ഭക്ഷണമല്ല, നിത്യജീവനുള്ളതായ രക്ഷയാണ്. മന്ന സാറ്റിസ്ഫൈഡ് ദ ബോഡി, ജീസസ് സാറ്റിസ്ഫൈസ് ദ സോൾ. മന്ന വയറിനെ നിറച്ചു, യേശു ആത്മാവിനെ നിറയ്ക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് നാം എന്ത് ചെയ്യണം? നാളേക്കായി ഭയപ്പെടാതെ ഇന്നത്തെ കൃപയിൽ ജീവിക്കണം. ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിക്കണം. ഓരോ പ്രഭാതത്തിലും കർത്താവേ, ഇന്നത്തെ മന്ന തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് നാം മരുഭൂമിയിലായിരിക്കാം, പക്ഷേ നാളെ അത്ഭുതങ്ങൾ കാണും. കാരണം മന്ന പെയ്യിക്കുന്ന ദൈവം ഇന്നും ജീവനോടെയുണ്ട്. ഇത് നമ്മുടെ ഉറച്ച വിശ്വാസ പ്രഖ്യാപനമാകട്ടെ. മൈ ഗോഡ് വിൽ പ്രൊവൈഡ്. എൻ്റെ ദൈവം ഒരുക്കും. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ഞങ്ങളുടെ മരുഭൂമികളിൽ നീ മന്നയായി വരണമേ. നാളേക്കുള്ള ഭയം നീക്കണമേ. ദിവസേന നിന്നെ ആശ്രയിക്കുന്ന വിശ്വാസം തരണമേ. യേശുവിനെ ഞങ്ങളുടെ ജീവന്റെ അപ്പമായി സ്വീകരിക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.